നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന ഒരു അടിപൊളി തട്ടുകടയിലേക്കാട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തട്ടുകടയുടെ പേരാണ് ഇരിപ്പിടം എന്നാട്ടോ. ഇത് രാത്രി സമയത്താണ് ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രാത്രിയിലാണ് ഇവിടെ വന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു തട്ടുകട തന്നെയാട്ടോ. ഇങ്ങനൊരു തട്ടുകട എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അധികം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനൊരു പ്രത്യേകതയുള്ളൊരു തട്ടുകട തന്നെയാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് സർബത്ത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും വന്ന് കുടിക്കുന്നത് സർബത്താണ്. 20 രൂപയ്ക്കാണ് സർബത്ത് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരു നാരങ്ങാ വെള്ളത്തിന് 20 രൂപ കൊടുക്കണം. പക്ഷേ ഇവിടുത്തെ സർബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ചാറ് ഉപയോഗിച്ച് അതൊരു പ്രത്യേക രീതിയിൽ തന്നെ തയ്യാറാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ജ്യൂസാട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ. രാജേഷ് എന്നാണ് ഈ തട്ടുകട നടത്തുന്ന ചേട്ടൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രജനി ചേച്ചിയും ഇതിൻ്റെ കൂടെയുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു സംരംഭമാണിത്. ഇത് പ്രത്യേകിച്ച് ഒരു ലാഭത്തിനോ അല്ലെങ്കിൽ ഇത് തട്ടുകട നടത്താൻ കുറച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഇദ്ദേഹം ഇതിവിടെ നടത്തുന്നത്. ഇതൊരു പാഷനാണ്. ഒരു പാഷൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ജോലി മാറ്റി വെച്ചുകൊണ്ട്, വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന ഒരു തട്ടുകടയാട്ടോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജേഷേട്ടൻ നമ്മളോട് പറയുന്നതായിരിക്കും. മുന്തിരി മാത്രമല്ല കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. കുക്കുംബർ, പൈനാപ്പിൾ, പിന്നെ പേരയ്ക്ക, അങ്ങനെ ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അതെല്ലാം വെച്ച് തന്നെ ഇവർ ജ്യൂസ് തയ്യാറാക്കാറുണ്ട്. നേരത്തെ തന്നെ ഇത് വീട്ടിൽ ഫ്രൂട്ട്സ് കൊണ്ടുപോയി അത് അവിടെ വെച്ച് തന്നെ അവർ വേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ റെഡിയാക്കിയാണ് അതിവിടെ എത്തിക്കുന്നത്. കിടിലൻ ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. നല്ല തിരക്കാണ്. ഇപ്പം തന്നെ എത്ര ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നതെന്ന് നോക്കി. ജ്യൂസല്ല, സർബത്ത് എത്ര എണ്ണമാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഒത്തിരി തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് പേര്. ഇത് റോഡ് സൈഡാണ്. നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലം, നിറയെ ആളുകൾ ഇവിടെ കയറാറുണ്ട്. നമ്മുടെ രജനി ചേച്ചി കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് രാജേഷ് ചേട്ടന് ഒത്തിരി ഒരു സഹായം തന്നെയാട്ടോ ഇത്. രജനി ചേച്ചി മാത്രമല്ല, അവർക്ക് 2 മക്കളുണ്ട്. അവരും ഇതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ സർബത്ത് മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഫുഡ് ഐറ്റംസും കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് പൊറോട്ടയും ബീഫ്, ഏത്തയ്ക്ക ബീഫ്, ഇതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഹട്ട് പോലുള്ള രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവിടെയാണ് നമ്മൾ കഴിക്കാനിരിക്കുന്നതും ഒക്കെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കുമ്പിളപ്പം. നല്ല കപ്പലണ്ടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ അടിപൊളി ഒരു കുമ്പിളപ്പം ഇവിടെയുണ്ട് കേട്ടോ. അതിന് നല്ല ഡിമാൻഡ് തന്നെയാട്ടോ. ഇത് മൊത്തം ഇവര് സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കി കൊണ്ടുവരുന്ന, ഒരാൾ ഇവരെ ഹെൽപ്പ് ചെയ്യാനില്ല. ഇവർ രണ്ടുപേരും കൂടി തനിയെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിട്ട്. ശരിക്കും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാ. അപ്പോൾ നമ്മുടെ ജ്യൂസ് എന്ന് വെച്ചാൽ സർബത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് എനിക്കും കൂടി കിട്ടി. അപ്പൊ ഞാനത് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്റെ ജ്യൂസ് ഇവിടെ റെഡി. അപ്പൊ ഞാൻ തൽക്കാലം അതൊന്ന് കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇനി നമുക്ക് രാജേഷ് ചേട്ടനോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഈ സംരംഭം തുടങ്ങാനുണ്ടായ കാരണം ഒന്ന് പറയുമോ? ഈ സംരംഭം തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇൻഷുറൻസിലായിരുന്നു. അപ്പം ഈ പ്രൈവറ്റ് സെക്ടറല്ലേ, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ ഭയങ്കര പ്രഷറാണ്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മൾ അവർ തരുന്ന പ്രഷർ ഇതൊന്നും നമുക്ക് താങ്ങാൻ അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ 1 കുമ്പത്ത് ചെറിയ പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ
2 വർഷം 2 വർഷം 2 വർഷം ഇപ്പം അടുത്ത നെക്സ്റ്റ് 2023 സ്റ്റാർട്ട് ജനുവരി 2ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കയറി സക്സസ് ആണ്, കുഴപ്പമില്ല, സന്തോഷം, മനസ്സിന് നല്ല സന്തോഷം, ഹാപ്പിയാണ്. കമാൻഡിങ് ഇല്ല, എന്താ പഞ്ചിങ് ഒന്നുമില്ല, നമ്മളിലുള്ള എക്സ്ട്രാ നമ്മൾ പ്രസന്റ് ചെയ്യും. അത് എല്ലാവർക്കും ഫാമിലി ഫുൾ സപ്പോർട്ട്. ഞാൻ എൻ്റെ ഭാര്യയും ആണ് ഞങ്ങൾ സക്സസ് ആയിട്ട് പോകുന്നത്. ചേച്ചിയാണ് ഈ കടയുടെ നട്ടല്. പറഞ്ഞ പോലെ നമ്മൾ മാത്രം ചിന്തിച്ച കാര്യമില്ല. നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്ന ഫാമിലിയോടെ വരുമ്പോഴാണ് എല്ലാം കൂടെ പോകുന്നത്. മക്കൾ 2 പേര്, 2 ആൺകുട്ടികൾ, മൂത്തയാൾ 9, രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്. അവർ ഇതിന്റെ കൂടെ ഹെൽപ്പ് ചെയ്യും, മൂത്തയാൾ വരും, സഹായിക്കും. അറിഞ്ഞു ജീവിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ റെഗുലർ കസ്റ്റമർ ആണ്. നല്ല ഫുഡ്. ചേച്ചിക്ക് എന്തെങ്കിലും 1-2 കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഒന്നിച്ചാ നിൽക്കുന്നു. അപ്പം വളരെ സന്തോഷം. നല്ലൊരു ഹോംലി രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും. ഞാൻ ഇപ്പം നമ്മൾ കൊടുക്കുന്നതുകൊണ്ടല്ല, നമുക്ക് ശേഷം അല്ലെങ്കിൽ നമുക്കൊപ്പം പോകുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നല്ല ഫുഡുകൾ, കെമിക്കൽ ഇല്ലാത്ത നല്ല ഫുഡുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരിടമാക്കി തീർക്കണം. അല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, തരുന്നവരുടെ പൈസ നമുക്ക് തരുമ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ കാണിച്ചു കൊടുക്കും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി പ്ലസ് ക്വാണ്ടിറ്റി. അപ്പോൾ അവർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ബിസിനസ്സിൻ്റെ അപ്പുറത്തോട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കും, കസ്റ്റമർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്. മായം ചേർക്കാത്തതുകൊണ്ടാണ് ഇവിടെ ആളുകൾ കയറുന്നത്. അതെ, നമുക്ക് വൈകിട്ട് കിടക്കുമ്പോൾ സ്വസ്ഥമായിട്ട് കിടക്കണം, ഉറങ്ങണം. നമ്മളത് കൊടുത്തത് മോശമായി പോയി, കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊരു തെറ്റ് നമ്മൾ മനസ്സിൽ പോലും വരരുത്. നമ്മുടെ മക്കളാണ് കൊണ്ടുപോകുന്നതിനകത്ത് ഫാമിലിയിൽ അവർ മേടിക്കുന്നത് അവരുടെ മക്കൾക്കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കൾ തന്നെയാണ് അവരുടെ മക്കൾ. അപ്പം നമ്മുടെ മക്കൾ കഴിച്ചാൽ ഉണ്ടാകുന്ന മോശമായിട്ടുള്ള അവസ്ഥകളെല്ലാം ഫുഡ് കൊടുക്കാൻ പാടില്ല. അവർ കഴിച്ചാലും ആര് കഴിച്ചാലും ഉണ്ടാകും. അതുണ്ടാവാതെ നല്ല രീതിയിൽ പോവുക. ഒരു 90% മാന്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് ആഹാര പദാർത്ഥങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. കച്ചവട തന്ത്രങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് ഫാമിലിക്ക് സന്തോഷം സമാധാനം കൊടുക്കുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കുക, അതാണ് ലക്ഷ്യം. പാടാം, അതിനുള്ള വേദികളുണ്ട് ഇവിടെ. എല്ലാ ഫ്രീഡം കസ്റ്റമേഴ്സിനുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ്. കൊടുക്കുന്നത് മ്യൂസിക് എപ്പോഴും സന്തോഷമാണല്ലോ എല്ലാവർക്കും. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നന്നായി പാട്ട് പാടും. അത് നമ്മളിതിനകത്ത് കാണുന്നുണ്ടല്ലോ, മ്യൂസിക് ഒരെണ്ണം കണ്ടല്ലോ, നല്ലതാ. അപ്പോൾ ഒത്തിരി സന്തോഷം. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ, നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമാകട്ടെ. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. ഇത് രാജേഷ് ഏട്ടൻ്റെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കാണ് ഈ പാട്ടിന് തുടക്കം. പക്ഷേ എനിക്ക് നിങ്ങളിത് കേൾപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം നമുക്ക് ഈ പാട്ട് ഒരു യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമവശങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളെ കംപ്ലീറ്റ് കേൾപ്പിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്കൊരു പ്രത്യേക വൈബ് തന്നെയാട്ടോ. പാട്ടൊക്കെ കേട്ട് രസിച്ച് ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഇവിടെ നിറയെ കസ്റ്റമേഴ്സ് വരികയും പോവുകയും പാട്ട് കേൾക്കുകയും അവർ ആസ്വദിക്കുകയും അവർ പാടുകയൊക്കെ ചെയ്യും. അവർക്കും പാടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പാട്ട് പാടി, നല്ല സൗണ്ടാണ്, നല്ലൊരു കലാകാരനാട്ടോ. അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്ര ഭംഗിയായിട്ട് തന്നെ നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ പാട്ടൊക്കെ ഞങ്ങൾ കേട്ടു, ആസ്വദിച്ചു. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മാതൃഭൂമി ചാനലുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാതൃഭൂമി ചാനലുകാർ രാജേഷ് ചേട്ടൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വരുന്നവര് ഇവിടെ കയറുക. ഇത് സ്ഥലം ആലപ്പുഴ ജില്ലയില് എടത്വ പൊടിയാടി റൂട്ടിലാണ് കേട്ടോ.
അപ്പം പൊടിയാടി കഴിഞ്ഞാൽ ഒരല്പം ദൂരവേ ഉള്ളൂ കേട്ടോ. ഇരിപ്പിടം എന്നാണ് ഇതിന്റെ പേര്. റോഡ് സൈഡിൽ തന്നെയാട്ടോ, എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാട്ടോ ഇതുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കലാകാരനെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. വരുന്നവർ ഇവിടെ ഒന്ന് കയറി ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നമ്മൾക്ക് പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.